നമ്മളിവിടെ കുറേ ശാസ്ത്ര ഗവേഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പോവുകയുണ്ടായി. എന്തിനാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുതിയ വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? എല്ലാ മനുഷ്യരെ പോലെയും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, പുതുതായിട്ട് എന്ത് നടക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്, ജിജ്ഞാസയുണ്ട്. ശാസ്ത്രരംഗങ്ങളിൽ എന്ത് നവവികാസങ്ങളാണ് ഉണ്ടാകുന്നത് എന്നറിയാൻ നമ്മൾ ഓരോരുത്തരും താല്പര്യപ്പെടുന്നു. സയൻസ് എന്ന ജേർണൽ അതിൻ്റെ 125-ാം വാർഷികം 2005 ആഘോഷിക്കുമ്പോൾ അവര് ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഇനിയും കണ്ടെത്താത്ത ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയുണ്ടായി. ഈ ലിസ്റ്റിൽ 125 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവർ ഉൾപ്പെടുത്തിയത്. അതിൽ 1-2 ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇനിയും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം, ഇരുണ്ട ദ്രവ്യം, ഇരുണ്ട ഊർജം അഥവാ ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി എന്താണ് എന്നുള്ളത് നമുക്കിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ 95% ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത്. 5% മാത്രമേ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന മാറ്ററും എനർജിയും ഈ പ്രപഞ്ചത്തിലുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവ് എത്ര പരിമിതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയെയും കുറിച്ച് പഠിക്കുന്നതിന് ഒരുപാട് പരീക്ഷണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും ചെറിയ കണ്ടെത്തലുകളും നമുക്ക് ആശ നൽകുന്നുണ്ട് നമ്മൾ ഇതിലേക്കുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ എന്നാലും ഇന്നും വ്യാപകമായിട്ട് അറിയാത്ത ഒരു മേഖലയാണ് ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് എനർജി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളുടെ അവയർനെസ്, നമ്മുടെ ബോധം ബ്രെയിൻ എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. ബ്രെയിനിന്റെ ഏത് പ്രക്രിയയിലൂടെ, ഏത് പ്രതിഭാസത്തിലൂടെ, ഏത് ഘടനയിലൂടെയാണ് നമ്മൾ ബോധവാന്മാരാകുന്നത്? ഈ ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മളെല്ലാത്തിനെയും കാണുന്നത് നിറങ്ങളിലൂടെ, സുഗന്ധങ്ങളിലൂടെ, സ്പർശത്തിലൂടെ, അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭൂതികളിലൂടെയാണ്. ഈ അനുഭൂതികൾ, അതായത് ഒരു പച്ച ഇല കാണുമ്പോൾ ആ ഇലയുടെ പച്ച, ഗ്രീൻനെസ് ഓഫ് ദാറ്റ് ലീഫ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ആ ലീഫിന്റെ ഒരു മാറ്ററിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ ആറ്റംസിലോ മോളിക്യൂൾസിലോ അതല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിൾസിലോ നമുക്ക് പച്ച എന്നൊരു അനുഭവം കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ അനുഭവം നമുക്ക് എങ്ങനെ ഉണ്ടാകും? ഈ അനുഭവം നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തെ അറിയുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ അനുഭവത്തിൻ്റെ അടിത്തറയിലൂടെയാണ്. നമ്മുടെ ബുദ്ധി, ചിന്തകള്, വികാരങ്ങള് എല്ലാം നിൽക്കുന്നത് ഈ അനുഭൂതിയിലാണ്. ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ ദ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് ഡേവിഡ് ചാൽമേഴ്സ് എന്ന ഫിലോസഫർ പറയുകയുണ്ടായി. ന്യൂറോ സയന്റിസ്റ്റുകൾ ബ്രെയിനിന്റെ പല പ്രക്രിയകളിലൂടെയും പല പ്രതിഭാസങ്ങളിലൂടെയും കടന്നുകൊണ്ട് നമ്മുടെ ബോധം എന്താണ്, ഫിനോമിനൽ ബോധം എന്താണ് എന്ന് കണ്ടെത്താൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നു. ഇന്നും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഏതാണ്ട് 45ഓളം തിയറികളാണ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസുകളാണ് നമുക്ക് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഇന്നുള്ളത്. ഏകീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായം ഇന്നും രൂപീകൃതമായിട്ടില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ജീവന്റെ ഉൽപ്പത്തി. ജീവൻ നമുക്കറിയാം ഭൂമിയുടെ ഉൽപ്പത്തിയോടൊപ്പം ഏതാണ്ട് അതേ സമയത്ത് തന്നെ ജീവന്റെ ഉൽപ്പത്തിയും ഉണ്ടായിരിക്കാം എന്ന് ഇന്ന് തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിയുടെ ഉൽപ്പത്തി ഏതാണ്ട് 4.5 ബില്യൺ ഇയേഴ്സ്, അതായത് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. ഏതാണ്ട് 430-420 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവന്റെ ഉൽപ്പത്തിയും ഉണ്ടായിരിക്കുന്നു. കാരണം ജീവന്റെ തെളിവുകൾ ആ കാലഘട്ടം മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ജീവന്റെ ഉൽപ്പത്തി ഏത് പ്രതിഭാസത്തിലൂടെയാണ്, ഏത് പ്രക്രിയയിലൂടെയാണ് നമുക്ക് ജീവന്റെ ആദ്യ സ്ഫുരണങ്ങൾ എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വളരെ വ്യാപകമായിട്ടുള്ള ഹൈപ്പോത്തസിസുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏകീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ശാസ്ത്രലോകം ഇന്നും എത്തിയിട്ടില്ല. ജീവനെ പറ്റി പറയുകയാണെങ്കിൽ ജീവന്റെ ഒരു
നിർവചനം, ഒരു ഡെഫിനിഷൻ പോലും നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 125ഓളം നിർവചനങ്ങളാണ് ജീവന് വേണ്ടി ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ശാസ്ത്രം ഇതുപോലെ 125 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്നു. ഇതൊരു ചുരുങ്ങിയ ലിസ്റ്റാണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ 95% നിർമ്മിക്കുന്ന ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജിയെ കുറിച്ച് അറിയുന്നില്ല എന്ന് തുടങ്ങി നമ്മുടെ ബോധത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് എല്ലാം നമുക്ക് ഇന്നും തുറന്ന ചോദ്യങ്ങളാണ് ഉള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ശാസ്ത്രം പടിപടിയായി മുന്നേറി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും എന്നാണ്. എന്നാൽ അങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു സംരംഭമല്ല ശാസ്ത്രം എന്നുള്ളതാണ് വാസ്തവം. തോമസ് കുൺ എന്ന ഫിലോസഫർ ഓഫ് സയൻസ് 1960കളിൽ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ശാസ്ത്രം 2 രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഒന്ന് സാധാരണ ശാസ്ത്രം. സാധാരണ ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ട നിർവചനങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളെയും പഠിക്കുകയും ആ നിർവചനങ്ങളെയും അംഗീകരിച്ച ചട്ടക്കൂടിനെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോർമൽ സയൻസിൽ അല്ലെങ്കിൽ സാധാരണ സയൻസിന് പുരോഗതിയില്ല. കാരണം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളെ കുറച്ചുകൂടെ ദൃഢമാക്കുക മാത്രമാണ് നോർമൽ സയൻസ് ചെയ്യുന്നത്. എന്നാൽ ഈ നോർമൽ സയൻസ് ചെയ്യുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കും. ശാസ്ത്ര തിയറികളിൽ, പ്രിൻസിപ്പിൾസിൽ പല വിള്ളലുകളും ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രം നിലനിൽക്കാൻ പറ്റാത്ത ഒരു ശാസ്ത്രമായിട്ട് മാറുകയും അതൊരു വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്ര മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇതാണ് റെവല്യൂഷണറി സയൻസ് അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്രം. റെവല്യൂഷണറി സയൻസ് സാധാരണ ശാസ്ത്രത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് വലിയ ഒരു കുതിച്ചുചാട്ടം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ തോമസ് കുൺ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും. നോർമൽ സയൻസിന്റെയും റെവല്യൂഷണറി സയൻസിന്റെയും യാർഡ് സ്റ്റിക്കുകൾ, അളവുകോലുകൾ വ്യത്യസ്തമാണ്. രണ്ടും ഇൻകമൻസറബിൾ ആണ് എന്ന് പറയാം. ഒരു ശാസ്ത്രം, അതായത് നോർമൽ ശാസ്ത്രം ഇഞ്ച് സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെവല്യൂഷണറി സയൻസ് മെട്രിക് സ്കെയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 ശാസ്ത്രങ്ങളും പരസ്പര ബന്ധിതമല്ല. റെവല്യൂഷണറി സയൻസിൽ അവതരിപ്പിക്കുന്ന തിയറികൾ, പ്രിൻസിപ്പിൾസ് നോർമൽ സയൻസിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. കാരണം ഫ്രെയിംവർക്കുകൾ വ്യത്യാസമാണ്, സ്റ്റാൻഡേർഡ്സ് വ്യത്യാസമാണ്, അളവുകോലുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് റെവല്യൂഷണറി സയൻസ് അവതരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് വലിയ ത്യാഗമെടുത്തുകൊണ്ടാണ് ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവര് പറയുന്ന കാര്യങ്ങളെ തള്ളിക്കളയുന്ന ഒരു നോർമൽ ശാസ്ത്ര രംഗമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പുതിയ തിയറികൾ, പുതിയ ഡിസ്കവറീസ് ചെയ്യുന്ന ശാസ്ത്രജ്ഞരെ എന്നും ശാസ്ത്രലോകം അവഗണിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് ഗാലിലിയോ മുതൽ ന്യൂട്ടൺ തുടങ്ങി ഐൻസ്റ്റീൻ തുടങ്ങി ഇന്ന് ഈ കാലത്ത് നടക്കുന്ന പല ശാസ്ത്ര മേഖലയിലെയും ഗവേഷണങ്ങൾ ഇന്നത്തെ ചട്ടക്കൂടിൽ നിന്ന് മാറി ഒരു വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ തുടക്കം കുറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് അവഹേളന, മാറ്റി നിർത്തൽ, ഒറ്റപ്പെടുത്തൽ തുടങ്ങിയവ. എന്നാലും ശാസ്ത്രത്തില് ഇത്തരം അവഹേളനകളെ, ഒറ്റപ്പെടുത്തലുകളെ, മാറ്റി നിർത്തലുകളെ സഹിച്ചുകൊണ്ട്, അതിനെ നേരിട്ടുകൊണ്ട്, അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഒരുപാട് പേര് ഇന്നുണ്ട്, എക്കാലത്തും ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് ശാസ്ത്രം പുരോഗമിച്ചത്. എക്കാലവും അവഹേളിക്കപ്പെട്ടിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മുടെ ഇന്നത്തെ അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമ്മളിവിടെ ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ മേഖലകളിൽ നടക്കുന്ന പുതിയ പുതിയ വികാസങ്ങളെക്കുറിച്ച്, പുതിയ പുതിയ കണ്ടെത്തലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെയധികം ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞരാണ്. അവരുടെ റിസർച്ചാണ് നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് ആവേശം നൽകുന്നുണ്ട്. പുതിയ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നു. ഡാർക്ക് മാറ്ററിനെ കുറിച്ച്, ഡാർക്ക് എനർജിയെ കുറിച്ച് പുതിയ തിയറികൾ, പുതിയ പ്രിൻസിപ്പിൾസ് വരുന്നു. കോൺഷ്യസ്നെസ്, ബോധത്തെക്കുറിച്ച് പുതിയ ശാസ്ത്ര നിഗമനങ്ങൾ മുന്നോട്ട് വരുന്നു.
ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ജീവൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് ആവേശം തരുന്നു. നമ്മളതിനെ ആസ്വദിക്കുന്നു. നമ്മൾ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ സന്തോഷിക്കുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ എത്രമാത്രം യാതനകൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്.